നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തയിലേക്ക്. കനത്തു പെയ്ത കാലവർഷം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, എറണാകുളം ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി. എറണാകുളത്ത് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയാണ്. 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും വയനാട് നിന്ന് പ്രദീപ് നാരായണനും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. തെക്കൻ ജില്ലകളിലെ രാവിലത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? തീരദേശ മേഖലയുടെ ഒരു അവസ്ഥയും. തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ ഉണ്ടായ കനത്ത മഴയ്ക്ക് ഇപ്പോൾ നേരിയൊരു ശമനമുണ്ട്. എന്നാലും മഴ തുടരുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം 55 മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയിൽ കാലവർഷക്കെടുതികൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ കാലവർഷക്കെടുതി വിലയിരുത്താൻ കളക്ടറേറ്റിൽ ഇപ്പോൾ കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. തീരദേശ മേഖലയിൽ തീരദേശ റോഡുകൾ തകർന്ന സ്ഥിതിയിലാണ്. തീരദേശ റോഡുകളിൽ ശംഖുമുഖം റോഡിൽ ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ശംഖുമുഖം റോഡ് ഏകദേശം തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ വലിയതുറ ഭാഗങ്ങളിൽ തുറന്നിട്ടുണ്ട്. അത് നേരത്തെ തുറന്നു തന്നെയാണ്. അവിടെയും അടിയന്തര സാഹചര്യത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങളെ അങ്ങോട്ട് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇന്നും ആ നിരോധനം തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് നിർദ്ദേശം. 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിന് പുറമെ വലിയ രീതിയിൽ തിരമാല ഉയരാനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ മലയോര മേഖലയിലെ വൈദ്യുത ബന്ധം ചെറിയ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധത്തിന് നേരിയ തടസ്സം നേരിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വൈദ്യുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. രഞ്ജനെ. ഉമേഷ്, തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിനീത വിജി കൂടി ചേരുന്നുണ്ട്. വിനീത, തിരുവനന്തപുരത്ത് രാവിലെ മുതൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. മധ്യകേരളത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രഞ്ജിനി, മധ്യ കേരളത്തിലും മഴ ശക്തമായി തന്നെ തുടരുന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മഴയ്ക്കൊരു അല്പം ശമനമുണ്ട്. എന്നാൽ ഒരു ചെറിയ തോതിലൊരു ചാറ്റൽ മഴയാണ് ഇപ്പോൾ എറണാകുളത്തുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയും കാറ്റും എറണാകുളത്ത് അനുഭവപ്പെട്ടിരുന്നു. ഇടുക്കി ജില്ലയിലും സ്ഥിതിഗതികൾ വ്യത്യാസമല്ല. ഇടുക്കിയിലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലകളിൽ മറ്റും ഉരുൾപൊട്ടൽ ഉണ്ടാവാനിടയുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെയും എറണാകുളത്തെയും ഒക്കെ സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയാണ് ഇന്ന് കനത്ത മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയ്ക്കും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി കടലിൽ ഇറങ്ങരുതെന്നും അവർക്കും മുൻകരുതൽ എന്ന വണ്ണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഇത്തരത്തിൽ മഴയുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചെല്ലാനം പ്രദേശത്താണ്. ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വലിയ കടൽക്ഷോഭത്തിനും മറ്റുമുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തീരദേശവാസികൾക്കൊക്കെ അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം നഗരങ്ങളിൽ നോക്കുമ്പോൾ നഗരങ്ങളിലും ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. എറണാകുളത്തെ പതിവ് പ്രശ്നമായ വെള്ളക്കെട്ടും മറ്റും കൊണ്ട് യാത്രക്കാർക്ക് ഗതാഗതം ഒക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നാശനഷ്ടങ്ങളെ പറ്റി പറയുവാണെങ്കിൽ രഞ്ജിനി, മൂവാറ്റുപുഴയിൽ മരം കടപുഴകി വീണ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് ഗതാഗതത്തെയും മറ്റും ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലും ഇത്തരത്തിൽ മരം കടപുഴകി വീണു. ആലുവയിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ മതിലിടിഞ്ഞ് വീണ ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പൂയംകുട്ടി പാലം വെള്ളം കയറിയത് മൂലം അവിടെയുള്ള ആദിവാസി ഊരുകളിലുള്ളവർക്ക് പുറത്തേക്ക് വരുന്നതിനും മറ്റും അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഇനി 3 ദിവസം കൂടി മഴ ഇത്തരത്തിൽ ശക്തമായി തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ശക്തമായി തുടരുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ആവശ്യമായുള്ള മുൻകരുതലൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തുതന്നെയായാലും മഴ 3 ദിവസത്തേക്ക് കൂടി ശക്തമായി തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. എന്നാൽ ശക്തമായ മഴയ്ക്കും കാറ്റിനുമുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരം. വിനീത, തുടരുക. വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ നിന്നും പ്രദീപ് നാരായണൻ ചേരുന്നുണ്ട്. പ്രദീപ്, തിരുവനന്തപുരത്ത് രാവിലെ മുതൽ കനത്ത മഴയാണെങ്കിൽ എറണാകുളത്ത് മഴയ്ക്ക് ചെറിയ തോതിൽ രാവിലെ ഒരു ശമനമുണ്ടെന്നാണ് വിനീത പറയുന്നത്.
വടക്കൻ കേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ഒരു സാഹചര്യം? രഞ്ജിനി, വയനാട് ജില്ലയിലാണ്, വയനാട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ അല്പസമയം മുൻപ് വരെ നല്ല മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. വയനാടിൻ്റെ വടക്കൻ വയനാട് മേഖലയിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മലബാർ ജില്ലകളിലാകെ നോക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. വയനാട് ജില്ലയിൽ ആണ് ഏറെയും ഈ കാലവർഷത്തിൽ ഇപ്പോൾ ഏറെയും ദുരിതമുണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറിയ നിലയിലാണ്. റോഡിലുൾപ്പെടെ മുട്ടറ്റം വെള്ളത്തിലാണ്. ഗതാഗതം ഉൾപ്പെടെ താറുമാറായ സാഹചര്യമാണ്. കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ബിച്ചനഹള്ളി, കർണാടകയിലെ ബിച്ചനഹള്ളി ഡാമിൻ്റെ റിസർവോയറിലേക്കാണ് വെള്ളം എത്തുന്നത്. ഡാമിൻ്റെ ഷട്ടർ തുറന്നുവെന്നാണ് കർണാടക അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടിയും ആ ഷട്ടർ തുറന്ന് മാത്രമേ ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ ജലനിരപ്പ് താഴാൻ ഒരു സാധ്യതയുള്ളൂ. എന്തായാലും വയനാട് ജില്ലയിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് അധികൃതർ ഇതുവരെയായി തുറന്നിട്ടുള്ളത്. 500ഓളം ആളുകൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്പസമയം മുൻപ് വയനാട് പാൽച്ചുരം 2ാം വളവിൽ പാതയിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. റവന്യൂ അധികൃതരും പോലീസും ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഗതാഗതം നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു വിള്ളൽ കണ്ടെത്തിയത്. വയനാട് ജില്ലയിൽ ഈ മഴ, തുടർച്ചയായി പെയ്ത മഴ ഏറെ ദുരിതം വിതച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും. ഒപ്പം വയനാട് തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ, ഇനി മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ അത് മലയോര മേഖലയിൽ, കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും മലയോര മേഖലയിലായിരിക്കും ഏറെയും ബാധിക്കുക. ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യത കൂടി അധികൃതർ മുന്നിൽ കാണുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പുലർച്ചെ വരെ നല്ല മഴയുണ്ടായിരുന്നു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലും സമാന അവസ്ഥയായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇപ്പോഴും മഴ ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വയനാട് ജില്ലയിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട്. അല്പസമയം വരെ നല്ല മഴയായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ അല്പം ശമനം വന്നിട്ടുണ്ട്. രഞ്ജിനി, എന്തായാലും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്ന് പ്രദീപ് നാരായണനും കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും നൽകിയത്. മുംബൈയിൽ 5ാം ദിവസവും കനത്ത മഴ തുടരുന്നു. 165 മില്ലിമീറ്റർ മഴയാണ് നഗരത്തിൽ പെയ്തത്. പ്ലാറ്റ്ഫോം വരെ വെള്ളം ഉയർന്നതിനാൽ പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയെ തുടർന്ന് മുംബൈയിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. മുംബൈ നഗരത്തിന് കുടിവെള്ളം നൽകുന്ന തുൾസി കായൽ കരകവിഞ്ഞൊഴുകുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജ്യം വിട്ടുപോകാതിരിക്കാൻ നടപടി വേണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം കത്ത് നൽകി. ബിഷപ്പ് വത്തിക്കാനിലേക്ക് കടന്നേക്കുമെന്ന സൂചനയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, കത്തിന്റെ ഒരു ഉള്ളടക്കം എന്താണ്? ബിഷപ്പിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിനി, തീർച്ചയായിട്ടും ബിഷപ്പിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കന്യാസ്ത്രീയുടെ പരാതിയിൽ, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ശക്തമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം മുൻപോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ബിഷപ്പ് വിദേശത്തേക്ക് കടക്കുമെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വത്തിക്കാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ബിഷപ്പിൻ്റെ ബന്ധം കണക്കിലെടുത്താണ് ഇദ്ദേഹം രാജ്യം വിടാനുള്ള സാധ്യത അന്വേഷണ സംഘം കണക്കിലെടുത്തത്. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം രാജ്യം വിടുന്നത് ഒഴിവാക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം കത്ത് നൽകി. വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നാണ് കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതിനിടയിൽ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് ഇന്ന് വൈക്കം ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ പഞ്ചാബിലെ പോലീസ് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിൽ ബിഷപ്പിന് ശക്തമായ ബന്ധം കണക്കിലെടുത്ത് കരുതലോടെയുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. രഞ്ജിനി, ശരി സനോജ്. ഓർത്തഡോക്സ് സഭയിലെ കുമ്പസാര പീഡന കേസിൽ 3 വൈദികർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതിക്കാരുടെ താൽപര്യത്തോടെ ഉഭയസമ്മത പ്രകാരമുള്ള ഇടപെടലുകളാണ് നടന്നത് എന്ന് പ്രതിഭാഗം വാദിച്ചു. വൈദികരായ പ്രതികളെ കുടുക്കാനുള്ള ഗൂഢനീക്കമാണ് നടന്നത് എന്നും വൈദികരുടെ അഭിഭാഷകർ വാദിച്ചു. എന്നാൽ പ്രായപൂർത്തിയാവും മുമ്പ് പീഡിപ്പിച്ച വൈദികർ പരാതിക്കാരുടെ ദൈവവിശ്വാസത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഇന്ന് വൈദികരുടെ അറസ്റ്റ് ഉണ്ടായേക്കും. വൈദികർ എവിടെയുണ്ടെന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് വ്യക്തമായ സൂചനകളുണ്ട്. ജാമ്യാപേക്ഷ തള്ളിയാൽ വൈദികർ കീഴടങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.
അഭിമന്യു കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രചരണവുമായി മുസ്ലിം സംഘടനകൾ. സമസ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണത്തിന് 19-ന് എറണാകുളത്ത് തുടക്കമാകും. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ഇസ്ലാമിക വിരുദ്ധമാണെന്ന ആരോപണവുമായി ജമാഅത്ത് ഇസ്ലാമിയും രംഗത്തെത്തി. അഭിമന്യുവധം ഇസ്ലാം അനുവദിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപക പ്രചാരണമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് എതിർ പ്രചാരണത്തിനിറങ്ങാൻ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത്. അക്രമവും കൊലപാതകവും നടത്തി അതിന് മതമാനം നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സമസ്ത വ്യക്തമാക്കി. ഇത്തരം വൃത്തികേടുകൾക്ക് മതപരമായി ഒരു മാനം നൽകി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ദോഷകരമായ ഭാഗം. കാരണം സമുദായത്തിനു വേണ്ടി പ്രതിരോധിക്കാൻ രംഗത്ത് വന്ന ആളുകൾ ഇപ്പോൾ സമുദായത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രചാരണം ശക്തമാക്കും. ഇവര് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ആശയപരമായിട്ട് പ്രതിരോധിക്കാനും ഇവരുടെ വാദങ്ങളുടെ മുനയടിക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. പോപ്പുലർ ഫ്രണ്ട് നിലപാട് മതതത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന ആരോപണവുമായി ജമാഅത്തെ ഇസ്ലാമിയും രംഗത്തെത്തി. മഹാരാജാസിലെ കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം അത് ആ സ്വഭാവത്തിൽ പോലുമല്ല, വളരെ ആസൂത്രിതമായി കൊല നടപ്പാക്കിയാണ് ഉണ്ടായത്. അത് അത്യന്തം ക്രൂരവും പൈശാചികവുമാണ്. ഇസ്ലാം അതിനോടൊരിക്കലും യോജിക്കുന്നില്ല എന്നതാണ് വസ്തുത. കൊലപാതകത്തിന് ഇസ്ലാമിക മാനം നൽകി വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള പോപ്പുലർ ഫ്രണ്ട് നീക്കത്തെ പ്രതിരോധിക്കാനാണ് മുസ്ലിം സംഘടനകളുടെ തീരുമാനം. അഭിമന്യുവധത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ആക്രമിച്ച് കഴിഞ്ഞ ദിവസം കാന്തപുരവും രംഗത്തെത്തിയിരുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, അഭിമന്യു കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രചരണവുമായി ഇപ്പോൾ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സംഘടനകൾ വ്യക്തമാക്കുന്നത്? രഞ്ജിനി, അഭിമന്യു വധത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായ പ്രചാരണവുമായി പോപ്പുലർ ഫ്രണ്ടിനെതിരെ രംഗത്തെത്താനാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അഭിമന്യുവിന്റെ വധത്തെ ന്യായീകരിക്കാൻ വേണ്ടിയും നീതീകരിക്കാനുമായി മതത്തിന്റെ ചരിത്രവും മത തത്വസംഹിതകളും കൂട്ടുപിടിക്കുന്ന ഒരു നിലപാട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വരുന്ന 19-ന് എറണാകുളത്ത് വെച്ച് ക്യാമ്പയിന് തുടക്കം കുറിക്കാനാണ് ഇപ്പോൾ സമസ്ത തീരുമാനിച്ചിരിക്കുന്നത്. ഈ മതതത്വങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ മതത്തിന്റെ മറപിടിച്ച് അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല, അല്ലെങ്കിൽ വിശ്വാസികളെ ആ തരത്തിൽ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഈ പ്രചാരണത്തിന്റെ തുടക്കം. സമസ്ത മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം തെക്കൻ ജില്ലകളിലാണ്, കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലാണ് മുസ്ലിം കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്നതായി സമസ്ത വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേന്ദ്രങ്ങൾ, ഇവർക്ക് സ്വാധീനമുള്ള തെക്കൻ കേരളത്തിലെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കൂടുതൽ പ്രചാരണം നടത്താനുള്ള ഒരു നീക്കവും സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഈ 19-ന് എറണാകുളത്തെ ഈ പ്രചാരണത്തിന് ശേഷം കോഴിക്കോടും സമാനമായ രീതിയിൽ വലിയൊരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കീഴ്ഘടകങ്ങളിലേക്കും താഴെത്തട്ടിലും പ്രാദേശിക ഘടകങ്ങളിലും പ്രചാരണം ശക്തമാക്കാനാണ് സംസ്ഥയുടെ തീരുമാനം. ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ അഭിമന്യു വധവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുള്ള വികാസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെ മതത്തിന്റെ തത്വസംഹിതകൾ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് ഇത്തരമൊരു അക്രമം നടത്തുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി എതിർക്കപ്പെടേണ്ട ഒരു സംഘടനാ സംവിധാനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള നിലപാടുമായി ജമാഅത്തെ ഇസ്ലാമിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണം പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടത്താനാണ് മുസ്ലിം സംഘടനയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം സമസ്ത AP വിഭാഗത്തിന്റെ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഷഹീദ്, സമസ്തയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ 19-ന് എറണാകുളത്തെ പ്രചരണത്തിന്, പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രചരണത്തിന് തുടക്കമാകുന്നത്. ഈ ഒരു സമസ്ത തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് മുസ്ലിം സംഘടനകൾ കൂടി പോപ്പുലർ ഫ്രണ്ടിനെ തള്ളി പറയേണ്ട ഒരു സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്? രഞ്ജിനി, തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടിനെതിരെ നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മയിലും അതുപോലുള്ള സമാനമായ സാഹചര്യങ്ങളിലൊന്നും പോപ്പുലർ ഫ്രണ്ടിനെ പങ്കെടുപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. അതായത് മുസ്ലിം കൂട്ടായ്മകളിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ നിർത്തുന്ന ഒരു സംഘടന തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ അഭിമന്യു വധവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും വളരെ രൂക്ഷമായ രീതിയിൽ മതത്തിന്റെ ആശയങ്ങളും ചരിത്രങ്ങളും കൂട്ടുപിടിച്ച് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് വിശ്വാസികളെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഈ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ശക്തമായി ചെറുക്കുക, വിശ്വാസികളെ തെറ്റിദ്ധാരണയിൽ പെടുന്ന വിശ്വാസികളെ ഏതെങ്കിലും തരത്തിൽ പോവുകയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരികയും അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് സമസ്തക്കുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള അവരുടെ നിലപാട് വളരെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് പ്രചാരണത്തിൽ സജീവമായി ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ
ബോധവാന്മാരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിനാണ് മുസ്ലിം സംഘടനകൾ ഈ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഷഹീദ്, EK സമസ്ത എല്ലാ കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിന്ന ഒരു സംഘടനയാണ്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി സമസ്ത മുന്നോട്ട് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയം ഏതു തരത്തിലാണ്? രഞ്ജിനി, തീർച്ചയായും മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായി നിന്ന് പ്രവർത്തിച്ച സംഘടനയാണ് സമസ്ത EK വിഭാഗം. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവർ മുസ്ലിം ലീഗിന്റെ പൊതു നിലപാടിൽ നിന്നും വിഭിന്നമായി സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസ കാര്യങ്ങളിലും വളരെ കൃത്യമായ സ്വതന്ത്ര നിലപാട് സമസ്ത സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ബാധ്യത അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമോ മറ്റോ ഉള്ള ബാധ്യതകൾ ഇപ്പോൾ സമസ്തയ്ക്കില്ല. സ്വതന്ത്രമായി നിലപാടെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി നിലപാടുമായി പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമസ്തയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു പ്രത്യേകത കൂടി ഈ നിലപാടിനുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിൽ സമസ്ത നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഈ വ്യാജമാണെങ്കിൽ കൂടി അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണെങ്കിൽ കൂടി മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയതെന്നൊരു പ്രചാരണമാണ് അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായി ഇപ്പോൾ സമുദായത്തെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള വിമർശനം കൂടി സമസ്ത നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിന്റെ നിലപാടിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ അത് വകവെക്കാതെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി എടുത്തു മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സമസ്ത ചെയ്യുന്നത്. അഭിമന്യു കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രചരണം. വീണ്ടും വാർത്തകളിലേക്ക്. സംഘടനാ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ SFIയെ വിമർശിച്ച് വീണ്ടും AISF. കോളേജുകളിൽ SFIക്ക് ഏക സംഘടനാവാദമാണെന്ന് AISF എറണാകുളം ജില്ലാ സെക്രട്ടറി PA അസ്ലഫ് പറഞ്ഞു. ക്യാമ്പസിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തിന്റെയും ഒരു വശത്ത് SFI ആണെന്നും അസ്ലഫ് പറഞ്ഞു. SFIക്കെതിരെ P രാജു നടത്തിയ പരാമർശത്തെ കാനം രാജേന്ദ്രൻ തള്ളിപ്പറഞ്ഞതിനു പിന്നാലെയാണ് AISF രംഗത്ത് വരുന്നത്. എറണാകുളം ജില്ലയിലുള്ള പല ക്യാമ്പസുകളിലും ഇപ്പോൾ നിലവിൽ ഒരു ഏക സംഘടനാവാദം നിലനിർത്തിക്കൊണ്ടാണ് SFI പ്രവർത്തിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എന്ന് ഒരു അക്രമം നടന്നാലും അതിൻ്റെ ഒരു പക്ഷത്ത് എപ്പോഴും SFI ഉണ്ടാവും. KSU ആയിട്ട് നടക്കുന്ന അക്രമമായിക്കോട്ടെ, അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അടിപിടികളായിക്കോട്ടെ, അല്ലെങ്കിൽ AISF ആയിട്ട് നടക്കുന്ന അടിപിടികളായിക്കോട്ടെ, അതിൻ്റെ ഒരു പക്ഷത്ത് എപ്പോഴും SFI നിലനിൽക്കുന്നുമുണ്ട്. സ്വരാജ് പറഞ്ഞ പോലെ ഇത് നമുക്ക് ഈ സംസ്ഥാനത്തും ഈ ജില്ലയിലുമെല്ലാം വലിയ രീതിയിൽ ചർച്ച നടത്തേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ക്യാമ്പസിൽ ഒരു സംഘടനയ്ക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോരാ, മറ്റു സംഘടനകൾക്കും കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇവിടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ ഒരു ആത്മാഭിമാനം ഇല്ലാത്തവരോ അല്ലെങ്കിൽ ധൈര്യമില്ലാത്തവരോ അല്ല. പക്ഷേ ഒരു കൂട്ടം വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഗുണ്ടകളോ ചേർന്ന് ആ ക്യാമ്പസിൽ മറ്റാർക്കും പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അക്രമം നടത്തി കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ നമുക്ക് ഒരു പ്രവർത്തനം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പറയുന്നത് ഒരു ആരോഗ്യകരമായ സംഘടനാ പ്രവർത്തനം ക്യാമ്പസുകളിൽ വേണം. അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ എന്ന നിലക്ക് അതിൽ ആ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളാണ്. അതിനുള്ള ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു ചർച്ചയും ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അഭിമന്യുവിനെ പോലെ ഒരു വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട ഈ സാഹചര്യത്തിൽ നടത്തേണ്ടത് ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. വിശദാംശങ്ങളുമായി വിനീത വിജി ചേരുന്നു. വിനീത, കഴിഞ്ഞ ദിവസം SFIക്കെതിരെ സമാനമായ പരാമർശമാണ് CPI എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജു നടത്തിയത്. അത് കാനം രാജേന്ദ്രൻ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ AISF ജില്ലാ സെക്രട്ടറിയും രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? രഞ്ജിനി, ഇപ്പോൾ P രാജുവിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അത് വളരെയധികം വിവാദങ്ങളും ചർച്ചകളും ഇടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ SFIക്കെതിരെ വീണ്ടും AISF ഒരു വലിയൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. SFI ഭരിക്കുന്ന കോളേജുകളിലൊക്കെ തന്നെ ഒരു ഏക സംഘടനാവാദപരമായ നിലപാടാണ് SFI കൈക്കൊള്ളുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു ഏക സംഘടനാവാദപരമായ നിലപാട് കൈക്കൊള്ളുമ്പോൾ അത് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും അവരുടെ പ്രവർത്തനങ്ങളിലും ബാധിക്കാറുണ്ട്. അതായത് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് അവരുടെ ആശയങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കോളേജിൽ നടത്താൻ ഇത്തരത്തിലുള്ള SFIയുടെ ഈ ഏക സംഘടനാവാദപരമായ നിലപാട് അവരെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു വലിയൊരു ആരോപണം കൂടിയുണ്ട്. ഈ കോളേജുകളിൽ അത് മറ്റ് ഏത് വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലായാൽ പോലും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു വശത്തുണ്ടാകുന്നത് SFI ആണ്. SFI ഇത്തരത്തിലൊരു നിലപാടാണ് കൈക്കൊള്ളുന്നതെന്നാണ് AISF പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് രഞ്ജിനി. അതായത് കോളേജുകളിൽ എല്ലാ പാർട്ടികൾക്കും എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും
എല്ലാവർക്കും തുല്യമായി പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. ഇത്തരത്തിൽ ഒരു ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കോളേജിനുള്ളിൽ ഉണ്ടാകണമെങ്കിൽ അതിന് SFI പഠിക്കുന്ന കോളേജുകൾ ഉൾപ്പെടെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ആരോപണമാണ് AASF ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അഭിമന്യുവിന്റെ വിഷയമൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘടനകൾ അവർ രാഷ്ട്രീയം മാറ്റിവെച്ച ആ വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായ ഒരു ഐക്യവും അത്തരത്തിലുള്ള ഒരു വാർത്തകളുമൊക്കെയാണ് പുറത്തു വന്നത്. ആ കോളേജിൽ പോലും ഇത്തരത്തിൽ SFI അവരുടെ ഒരു ഏക സംഘടനാ വാദപരമായ നിലപാടാണ് കൈക്കൊള്ളുന്നതെന്നും ഇത്തരത്തിൽ സംഘടനകൾക്കിടയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ഈ ഒരു ആരോപണത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീതയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബിഷപ്പിന്റെ പീഡനത്തിൽ ആഭ്യന്തര അന്വേഷണവുമായി കന്യാസ്ത്രീ സഹകരിച്ചില്ലെന്ന സഭാ നേതൃത്വത്തിന്റെ വാദം പൊളിയുന്നു. അന്വേഷണവുമായി സഹകരിക്കാമെന്ന് വ്യക്തമാക്കി കന്യാസ്ത്രീ നൽകിയ കത്ത് ന്യൂസ് 18 ലഭിച്ചു. ഇതിനിടെ വിവാദങ്ങളിൽ പ്രതിരോധം ശക്തമാക്കാൻ സഭ തീരുമാനിച്ചു. ശനിയാഴ്ച ഉപവാസ ദിനമായി ആചരിക്കണമെന്ന് രൂപത അടിയന്തര സന്ദേശം നൽകി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ് കുമാർ, കത്തിന്റെ ഒരു ഉള്ളടക്കം എന്താണ്? രഞ്ജിനി, പ്രധാനമായും സഭാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആരോപണം കന്യാസ്ത്രീക്കെതിരെയുള്ളത് സഭ കന്യാസ്ത്രീക്കെതിരെ ലഭിച്ച പരാതിയും കന്യാസ്ത്രീ നൽകിയ പരാതികളിലും അടക്കം അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഈ അന്വേഷണങ്ങളോട് വേണ്ട രീതിയിൽ കന്യാസ്ത്രീ പ്രതികരിച്ചില്ല എന്നതാണ്. പലവട്ടം ഇത് ഈ സഭാ നേതൃത്വം ആവർത്തിക്കുകയും ചെയ്തു. നേരത്തെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ എത്തി സിസ്റ്റർ അമലയുടെ നേതൃത്വത്തിലുള്ള ജലന്ധറിലുള്ള സിസ്റ്റർമാരുടെ സംഘം ഇക്കാര്യം അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കത്തനുസരിച്ച് 28/11/2017 ഒരു കന്യാസ്ത്രീക്കെതിരെ ലഭിച്ച പരാതികളെക്കുറിച്ച് സഭാ നേതൃത്വം കന്യാസ്ത്രീക്കൊരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിന് മറുപടിയായാണ് 10/12/2017, അതായത് ഡിസംബർ 10, 2017 കന്യാസ്ത്രീ ഒരു കത്ത് അയച്ചത്. എനിക്കെതിരെ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് സഭാ നേതൃത്വം എനിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഇതിന് മറുപടി നൽകാൻ ഞാൻ തയ്യാറാണ്. ജലന്ധറിലെത്തി ഇതിന് മറുപടി നൽകാം. ഇതിനുള്ള യാത്രാ ചെലവുകൾ നൽകണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടുന്നതായും കന്യാസ്ത്രീ കത്തിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ സഭ നടത്തുന്ന അന്വേഷണങ്ങളോട് ഒരു തരത്തിലും സഹകരിച്ചില്ലെന്ന വാദം പൂർണ്ണമായി പൊളിയുകയാണ് രഞ്ജിനി. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ബിഷപ്പിൻ്റെ എതിരായ നിയമ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ, അതായത് ബിഷപ്പിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാനാണ് ജലന്ധർ സഭ ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി സഭയിലെ മുഴുവൻ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഇന്ന് പുലർച്ചയോടുകൂടി ഒരു മെസ്സേജ് കൈമാറിയിരിക്കുന്നു, ഒരു സർക്കുലർ അയച്ചിരിക്കുന്നു. ഇത് പ്രകാരം പ്രാർത്ഥനകൾ, ബിഷപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇരട്ടിയാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നേരത്തെ തന്നെ ശനിയാഴ്ച ദിനം പൂർണ്ണ ഉപവാസ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ മാറിയ നിലയ്ക്ക് രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെ വീണ്ടും ധ്യാന ദിനമായി ആചരിക്കണം എന്നും പറയുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലും ഒരുപക്ഷെ ഇനി വരും ദിനങ്ങളിൽ ധ്യാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. അങ്ങനെ അറസ്റ്റിന് പോലീസ് സംഘം എത്തുമ്പോൾ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആധ്യാത്മിക പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ സഭ ഒരുങ്ങുന്നത്. രഞ്ജിനി. ശരി അനീഷ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റി. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ പിറകിലെ 4 ബോഗികളാണ് പാളം തെറ്റിയത്. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, എപ്പോഴായിരുന്നു സംഭവം? ട്രെയിൻ ഗതാഗതം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ടോ? രഞ്ജിനി, രാവിലെ 8:15 കൂടിയായിരുന്നു സംഭവം. ഈറോഡ് നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് നീങ്ങുമ്പോഴാണ് 4 വാഗണുകൾ പാളം തെറ്റിയിട്ടുള്ളത്. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ തന്നെ ഇത് ട്രെയിൻ ഗതാഗതം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചരക്കു ട്രെയിൻ പാളം തെറ്റി. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ പിറകിലെ 4 ബോഗികളാണ് പാളം തെറ്റിയത്. വിശദാംശങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത്. 9 മണി ഒറ്റനോട്ടം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.